ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ആൻഡ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആൻഡ് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കേക്ക്. എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. അതൊക്കെ മുറിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. മുറിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ആയി. എന്നിട്ട് അപ്പോൾ ഞാൻ വന്ന് കുറച്ച് കേക്ക് കഴിക്കാൻ കരുതി. ആൻഡ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫ്ലേവറായിരുന്നു. റെഡ് വെൽവെറ്റ് ആയിരുന്നേ ഫ്ലേവർ. അതിനുശേഷം നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കണം. ആൻഡ് ഇതിൻ്റെ കസിൻ തന്ന ഗിഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ജ്വല്ലറീസുകളാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് പറയണേ. ഞാൻ നമ്മൾ കാട്ടുന്നുണ്ട് കേട്ടോ. ആൻഡ് സെക്കൻഡ് എൻ്റെ അച്ഛൻ തന്ന ഗിഫ്റ്റാണ്. 2 പേർക്കുണ്ട് കേട്ടോ. ഒന്ന് അനിയത്തിക്കും ഒന്ന് എനിക്കുമാണ്. അതിനുശേഷം കാട്ടാം എൻ്റെ റിയൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആദ്യം അനിയത്തിയുടെ വാച്ചാണ്. ഒരു ഗ്രീൻ ബ്ലൂ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ എൻ്റെ വാച്ചാണ് പിങ്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിങ്ക് കളർ. അതുകൊണ്ട് ഞാൻ പിങ്ക് സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ അനിയത്തിക്ക് എൻ്റെ കസിൻ തന്നതിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. കസിൻ്റെ ഗിഫ്റ്റാണ്. ഇതെങ്ങനെയുണ്ട്? 2 നെക്ലേസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഗിഫ്റ്റൊക്കെ കണ്ടതോടുകൂടി എൻ്റെ കിളി അങ്ങോട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ഇതൊന്നും. ആൻഡ് ഇതാണ് എൻ്റെ ബാക്കിലിടുന്നൊരു കുഞ്ഞു ലെറ്റർ. ഇന്ന് വെട്ടിക്കുറുക്കി വേഗം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കേട്ടു. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് സദ്യ കഴിക്കാം. സദ്യ വിളമ്പടം കാണാം കേട്ടോ. ഞാൻ വരും. അപ്പോൾ ആദ്യം വാഴ വെച്ചു. അതിനുശേഷം അവിയലിട്ടു. അതിനുശേഷം എന്തിട്ടു? നമ്മൾ ക്യാബേജ് ഇട്ടു. അതിനുശേഷം നമ്മൾ പപ്പടം വെച്ചു. കേട്ടോ, അത് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. പിന്നെ അതിനുശേഷം ചോറ് വെച്ചു. ചോറിട്ടു. ഇതൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും പോയി സദ്യ കഴിക്കട്ടെ. അപ്പോൾ ഇത്തോട്ടെ ചെയ്യാം.